ആ മക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയും മൻ യസ്ബിഖു മിൻ അബിനാഇൽ അബ്ബാസ് ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഈ അബ്ബാസിന്റെ മക്കളിൽ, അബ്ബാസിന്റെ മക്കളിൽ ആരാണ് ആദ്യം ഓടിയെത്തുക? കൈ ഇങ്ങനെ നീട്ടിവെക്കും. ആരാണ് ആദ്യം വന്ന് തൊടുക? അവർക്ക് സമ്മാനമാണെന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കുട്ടികൾ ഇങ്ങനെ ഓടി വരും. ഫാതിഹൻ ദിറാഇഹി, നബി കൊടുക്കുന്ന സമ്മാനം അവരെ കൂട്ടിപ്പിടിച്ച് നബിതങ്ങൾ ആലിംഗനം ചെയ്യും. കൂട്ടിപ്പിടിച്ച് അടച്ചു കൂട്ടിപ്പിടിക്കും ആദ്യം എത്തുന്ന ആളെ. അങ്ങനെ മക്കളോട് ഓടാൻ പറഞ്ഞ് ഓടിപ്പിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ റസൂലല്ലേ, പേടി തോന്നില്ലേ, ഭയപ്പാട് തോന്നില്ലേ? നിങ്ങൾ ഒന്നുകൂടി ഓടിക്കോളൂ. ആരാണ് ആദ്യം റണ്ണിംഗ് റൈസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോട് നബിയുടെ പെരുമാറ്റത്തിന്റെ ചില സന്ദർഭങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നമ്മൾ. അമ്പെയ്ത്ത് ആർച്ചറി നന്നായി അറിയാവുന്ന മക്കളാണ് മക്കക്കാർ, മദീനക്കാർ. ആർച്ചറി അറബികളൊക്കെ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നവരാണ്. ഇന്നുണ്ടല്ലോ അമ്പെയ്ത്ത് മത്സരങ്ങളൊക്കെ ആധുനിക രീതിയിൽ. ആർച്ചറി ഇർമൂ ബനി ഇസ്മാഈൽ ഫഇന്ന അബാകും കാന റാമിയാ. ഇസ്മാഈലിന്റെ മക്കളെ അലൈഹിസ്സലാം ഇർമൂ, അമ്പെയ്ത്ത് നിങ്ങൾ പഠിക്കണം. ഞങ്ങൾ പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞോളൂ, അമ്പെയ്തോളൂ. അമ്പെയ്ത്ത് പഠിക്കണം, അതൊരു സ്കില്ലാണ്. അന്ന് അവൈലബിൾ ആയ സ്കിൽ അതാണ്. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. ഫഇന്ന അബാകും കാന റാമിയാ, മഹാനായ നിങ്ങളുടെ പിതാവ് ഇസ്മാഈൽ നബി അലൈഹിസ്സലാം അമ്പെയ്ത്ത് എറിയുന്ന ആളായിരുന്നു. എറിഞ്ഞോളൂ എന്ന് പറയും. എന്നിട്ട് കുട്ടികളെ രണ്ട് ടീമാക്കും വിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉന്നം വെക്കും. ഓരോ ടീമിനോടും എറിയാൻ പറയും. അങ്ങനെ എറിയും. ആരാ ജയിക്കാന്ന് നിങ്ങൾ നോക്കും. ആർക്കാണ് എയിമുള്ളതെന്ന് നോക്കൂ നബിതങ്ങൾ. ആരാണ് ഇത് ചെയ്യുന്നത്? 20 ഭൗതിക ലോകത്തിന്റെയും ഒരാത്മീക ലോകത്തിന്റെയും അധിപരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബിയിലൂടെ ലക്ഷക്കണക്കിന് വന്ന പ്രവാചകന്മാർക്ക് തിലകച്ചാർത്തായി വന്ന അഷ്റഫുൽ ഖൽഖാണ് കൊച്ചുമക്കളോട് എറിയല്ലേ എന്ന് പറഞ്ഞ് 2 ടീമുകളാക്കുന്നത്. എന്നിട്ട് ഒരു ടീമിന്റെ കൂടെ നബിതങ്ങൾ നിന്നു. എറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവരെറിഞ്ഞില്ല. എന്തേ അറിയാത്തത്? وكيف نرمي وأنت معهم يا رسول الله. നബിയേ, നിങ്ങൾ ഞങ്ങളുടെ ടീമിലല്ലല്ലോ, നിങ്ങൾ ആ ടീമിലല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി മത്സരിക്കാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി നോക്കണം. ഇർമൂ വഅന മഅകും ജമീഅ, ഞാൻ 2 ടീമിന്റെയും കൂടെയാണ് ഇപ്പോൾ. ഇനി എറിഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ എറിയാൻ തുടങ്ങി. ഞാൻ 2 ടീമിന്റെയും കൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് സ്നേഹത്തിന്റെ ഭാഷയെ പഠിക്കുക. പേടിപ്പിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ അങ്ങോട്ട് പേടിപ്പിച്ചാൽ ഡബിൾ ഇങ്ങോട്ട് പേടിപ്പിക്കും അല്ലേ? അതുകൊണ്ടാണ് വലിയ ആൾക്കാരെ നമ്മൾ എന്താണ്ട് ചെയ്യാറാവുന്നത്. ആ കുട്ടിന്റെ വായിന്നൊക്കെ വരുന്ന ഡയലോഗ് കേട്ടാൽ പ്രശ്നമേ, എന്റെ സർവ്വ റെപ്യൂട്ടേഷനും പോകുമല്ലോ എന്ന് വിചാരിച്ച് പോവുക. നമ്മൾ കണ്ടില്ലാന്ന് അടിച്ച് പോവുക. കുട്ടികളെ നുള്ളി കിടക്കുന്ന വാക്ക് ഇവിടെ വായിന്നൊക്കെ വരുന്ന വാക്കിന്റെ വലിപ്പം അവർക്ക് കുറച്ചൊക്കെ അറിയുള്ളൂ. മക്കളോട് സ്നേഹത്തിന്റെ ഭാഷയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റാഫിഅ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ വന്ന സമയം ഹബീബിനോട് കൂടെ ഗസ്വത്തിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്തുള്ള സമറത്ത് ബിൻ ജുന്ദൽ റളിയല്ലാഹു അൻഹു, സമറത്ത് ബിൻ ജുന്ദൽ റളിയല്ലാഹു അൻഹു, സമറ തന്റെ ചെറുപ്പക്കാരനായ കുട്ടിയാണ്. തങ്ങൾ പറഞ്ഞു, സമറ നിങ്ങൾ വരേണ്ട യുദ്ധത്തിന് നിങ്ങൾക്ക് വരാൻ പറ്റൂല, പോയിക്കോ, നിങ്ങൾ മൈനറാണ്. നബിയെ ഞാൻ പോവേ. അങ്ങയുടെ കൂടെ വരുന്ന റാഫിഅ ബിൻ ഖദീജിനോട് മത്സരിച്ചാൽ റസ്ലിംഗ് നടത്തിയാൽ ഞാനായിരിക്കും നബിയെ ജയിക്കുക. ഈ വൽപ്പണ്ടെന്ന് പറഞ്ഞല്ലോ നബിയെ, ഇയാൾക്ക് എനിക്ക് ഹൈറ്റ് ഇല്ല, വയസ്സില്ല, പക്ഷേ ഹൈറ്റും വയസ്സുമുള്ള ആളോട് ഞാനൊന്ന് റസ്ലിംഗ് ചെയ്താൽ ഞാനായിരിക്കും ജയിക്കുക നബിയെ. അങ്ങനെയോ? ഒന്ന് നോക്ക്, അങ്ങ് റസ്ലിംഗ് ചെയ്യിപ്പിച്ചു. അങ്ങനെ റാഫിഅ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹുവിനെ മലർത്തി കിടത്തി. മഹാനായ സ്വഹാബി സമറത്ത് ബിൻ ജുന്ദൽ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ, 15 വയസ്സായിട്ടില്ല. എന്നാൽ ഞങ്ങളോട് കൂടെ വാ എന്ന് കൂടുകയും ചെയ്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ രീതി? അവരുടെ കഴിവുകൾ അംഗീകരിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പക്കാരായ ആളുകളെ നമ്മൾ കമ്മിറ്റി ഭാരവാഹികളായി ഉൾപ്പെടുത്തുക. മുതിർന്ന ആളുകൾ വേണം,
പക്ഷേ ഒന്നോ രണ്ടോ ആളുകൾ ചെറുപ്പക്കാരെ കൂട്ടി അവർക്ക് വലിയവർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇവരൊക്കെ മരിച്ചുപോയാൽ പിന്നെ ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ വളർന്നു വരുന്ന ആളുകളല്ലേ ഉണ്ടാവുകയും ട്രെയിനിങ് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മക്കളോട് സ്നേഹത്തോടുകൂടെ പെരുമാറാൻ പറഞ്ഞ വാപ്പയാണ് നമുക്കറിയാം. ഫാത്തിമ ബീവിയോട് സ്നേഹമുണ്ടായിട്ടുണ്ടെന്ന് അറിയാം. മക്കളോട് എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹം ഉപയോഗിക്കൊണ്ടിരിക്കുമ്പോൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ എന്ന കൊച്ചുമക്കൾ പള്ളിയിലൂടെ നടക്കാൻ കഴിയാതെ മണലിലൂടെ ചവിട്ടി മലർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് സഹിക്കാൻ പറ്റാതെ സ്നേഹം തോന്നി മിമ്പറിൽ ഇറങ്ങി വന്ന് രണ്ട് മക്കളെയും കയ്യിലെടുത്ത് മിമ്പറിലേക്ക് തിരിച്ചുപോയി തുടർന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മളെ ഹദീസ് പുസ്തകം അന്ന് പിരിച്ചുവിടൂലേ? എവിധങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ മക്കള് ഫിത്നയാണ്, പരീക്ഷണമാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? എന്റെ ഈ കൊച്ചുമക്കൾ ആരാണ്? കൊച്ചുമക്കൾ മോളുടെ മക്കളാണ്, ഫാത്തിമ ബീവിയുടെ മക്കളാണ്. അവരിങ്ങനെ വീഴുന്നത് കണ്ടിട്ട് നബി തങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്റെ ഖുത്ബ പോലും മുറിച്ച് എനിക്കവരെ കൊണ്ടുവരേണ്ടി വന്നില്ലേ? ഇത് തന്നെയല്ലേ പരീക്ഷണം എന്ന് പറഞ്ഞത്? അതിന് നല്ല നിലയ്ക്ക് നിശ്ചയിക്കണം ആ അർത്ഥത്തെ. അങ്ങനെ ഒരു കുട്ടി ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയിൽ കയറി നിന്ന് കളിക്കാൻ തുടങ്ങി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ സുജൂദ് തലപൊക്കണ്ടേ? സഹാബികളൊക്കെ തലങ്ങനെ താഴ്ത്തിയിട്ട് കാത്തിരിക്കുകയാണ്. നബി എന്താണ് അല്ലാഹു അക്ബർ സുജൂദിന് തലപൊക്കുന്ന തക്ബീർ കേൾക്കുന്നില്ല. ഒരു സഹാബി പറഞ്ഞു, ഞങ്ങളന്ന് ശത്രുക്കളെ പേടിക്കുന്ന കാലമാണ്. ഏതെങ്കിലും ശത്രു വന്ന് നബിതങ്ങളെ വകവരുത്തിയോ, നബിതങ്ങൾക്ക് അപായം വല്ലതും സംഭവിച്ചോ എന്ന് ഞാൻ പേടിച്ചു. ഞാനൊന്ന് തലപൊക്കി നോക്കി. നബിന്റെ നിസ്കാരത്തിലെ മുറിയുള്ളൂ, അതെനിക്ക് മടക്കി നിസ്കരിക്കാമല്ലോ. നബിക്ക് അപകടമുണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നബിയെ സംരക്ഷിക്കാമല്ലോ. ഞാനൊന്ന് തലപൊക്കി നോക്കി. നബി അവിടെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ കടന്നു വീണേ. നിസ്കാരം കഴിഞ്ഞപ്പോൾ സലാം വീട്ടിയപ്പോൾ സഹാബിമാരെല്ലാവരും ചോദ്യമായി, അത്വൽത അലൈന സുജൂദ യാ റസൂലല്ലാഹ്, നബിയെ സുജൂദ് വല്ലാതെ ദീർഘിപ്പിച്ചു പോയല്ലോ. ഞങ്ങൾക്ക് അങ്ങയെ കുറിച്ച് പേടി തോന്നിപ്പോയി, വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അക്രമികൾ വന്ന് ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു, അതൊന്നല്ലേ. എന്റെ ഈ കുട്ടി ഹസൻ എന്റെ തോളിൽ കയറി കളിക്കാൻ തുടങ്ങി. അവന്റെ കളി നിർത്താതെ എനിക്ക് തല പൊക്കാൻ തോന്നിയില്ല. അവന്റെ കളി തീരുന്നവരെ ഞാനവിടെ സുജൂദിൽ തന്നെ കിടന്നതാണെന്ന് ലോകത്തിന്റെ കാരുണ്യം പഠിപ്പിച്ച ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് സ്വകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പെൺമക്കളോട് സൈനബ ബീവിയോട് ഉമ്മൂറുസൂമിനോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ഭാര്യമാർക്ക് പോലും അസൂയ തോന്നുന്ന സ്വകാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നബി തങ്ങൾ. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എല്ലാ ഭാര്യമാരും അവിടെ അരികത്തുണ്ടായിരിക്കെ ആരോടും സംസാരിക്കാൻ സമയം കിട്ടാത്ത നേരത്ത് പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്തേക്ക് വിളിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത നബി തങ്ങൾ. മറ്റേ ചെവിയിൽ വേറൊന്നും. ഒന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു, രണ്ടാമത്തെ സ്വകാര്യം പറഞ്ഞപ്പോൾ ചിരിച്ചു. അശ്വബിന് പറയാൻ എനിക്കിങ്ങനെ ദേഷ്യം നിന്നോടൊന്നും പറയാതെ മോളോടാണല്ലോ ഈ പറഞ്ഞത്. അശ്വബി ചോദിച്ചു, ഫാത്തിമ എന്താണ് നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് സ്വകാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു തരുമോ? എന്റെ ഉപ്പയുടെ സ്വകാര്യമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം പരസ്യമാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് പറഞ്ഞെടുത്തത് നബി വഫാത്തായതിന്റെ ശേഷമാണ്. അപ്പൊ പിന്നെ സ്വകാര്യമില്ലല്ലോ. ആദ്യത്തെ ചെവിയിൽ പറഞ്ഞത്, ഫാത്തിമ ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണ്, ഞാനിനി ഖബറിലേക്കുള്ള വിശ്രമത്തിന് പോകുന്നു. അത് കേട്ടപ്പോൾ കരഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒന്നുകൂടെ വിളിച്ചു, ഒന്നുകൂടെ പറഞ്ഞെടുത്തു, ഫാത്തിമ അൻതി അവ്വലു അഹ്ലി ലഹാഖൻ ബി, ഞാൻ മരിച്ചു പോയാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങളാണ് ഫാത്തിമ. അപ്പോഴാണ് അവർ ചിരിച്ചത്.
ബോധം വിടാല്ലേ അപ്പൊ മരിക്കാതെ പറഞ്ഞു ഇനി ഞാൻ അടുത്തത് ചിരിച്ചു. അപ്പോഴാണ് ബീവി ചിരിച്ചത്. എന്റെ ഉപ്പാനടുത്തേക്ക് ഞാൻ പോവാണല്ലോ. മരണം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. വെറുതെ കിട്ടുന്ന പോയി ഇഷ്ടത്തേക്ക് പോകാനില്ല. അവിടെ ഒന്നുകിൽ സ്വർഗമാണ്. സത്യവിശ്വാസികളുടെ സ്വർഗമാണ് ഖബർ, അവിശ്വാസികളുടെ നരകമാണ്. അവിടെ ശിക്ഷയുണ്ട്. മുസ്ലിം എന്തിനാ പേടിക്കുന്നത്? മുഅ്മിൻ എന്തിനാ മരിക്കാൻ പേടിക്കുന്നത്? മോളെ നിങ്ങളാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ആ മുഖത്തെ കണ്ണുനീര് പറ്റിയത്. ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹ അങ്ങനെ സ്വകാര്യം പറഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് മക്കളെ കളിപ്പിച്ച് ചിരിപ്പിച്ച് രസിപ്പിച്ച് നശിപ്പിക്കാനുള്ള സ്നേഹമല്ല. ഒരു പിതാവ് മക്കളോട് കാണിക്കുന്ന സ്നേഹം മക്കളെ നശിപ്പിക്കാനുള്ള സ്നേഹമാണ്. തെറ്റിദ്ധരിക്കലിൽ ഇങ്ങനെ തമാശ പറഞ്ഞ മോളെ കുറിച്ച് തന്നെയാണ് വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. എന്റെ മോൾ ഈ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കുമായിരുന്നേ എന്ന് ലോകത്തോട് പറഞ്ഞ വാപ്പയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചേർത്ത് വായിക്കണം. മക്കളെ സ്നേഹിച്ച് നശിപ്പിക്കാനുള്ളതല്ല. ഹബീബിന്റെ സ്നേഹം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹമാണ്. എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മോളെ പറ്റിയാണ് പറഞ്ഞത്. ഈ മോളാണ് മോഷ്ടിച്ചതെങ്കിൽ ലഖതഅതു യദഹാ, ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കുമെന്ന് ലോകത്തോട് പഠിപ്പിച്ച വാപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനത്തെ സ്നേഹം അല്ലാതെ നശിപ്പിക്കാനുള്ള സ്നേഹമല്ല. മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാം. മൊബൈലെങ്കിൽ ഫോണ്, ലാപ്ടോപ്പ്, ഐപാഡ്, ഐഫോൺ 6 വരെ വാങ്ങിക്കൊടുത്തിട്ടോ എൻ്റെ വാപ്പവരൊക്കെ. ആർക്കെന്നറിയോ? 8ാം ക്ലാസ് സ്കൂളിൽ പോകണം കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നല്ല സ്നേഹം. അച്ചടക്കത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തുന്ന സ്നേഹം. ഇന്ന ഫാത്തിമത ബിദ്അത്തും മിന്നി യുദ്ഹിഹാ മാ യുദ്ഹിനി. എന്റെ ഫാത്തിമക്ക് വിഷമമുള്ളത് എനിക്ക് വിഷമമാണ്. വയുദ്ഹിനി മാ യുദ്ഹിഹാ, എനിക്ക് വിഷമമുള്ളത് ഫാത്തിമക്കും വിഷമമാണ്. അവരോട് ചോദിക്കുമായിരുന്നു അതുഹിബ്ബീന മാ യുഹിബ്ബു അബൂകി ഫാത്തിമ, നിങ്ങളുടെ വാപ്പാക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ലേ? വാപ്പാക്കൊരു ഇഷ്ടമുണ്ട്, അത് മോൾക്ക് ഇഷ്ടാവില്ലേ ചോദിച്ചു. എന്താണ് വാപ്പ? അത് എനിക്ക് ഇഷ്ടമായിരിക്കും. വാപ്പാക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമാണ്. എന്താ ചെയ്യേണ്ടത്? എങ്കിൽ ആയിഷ ബീവിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണം കേട്ടോ. എനിക്ക് ആയിഷ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആയിഷ ബീവിയോട് നിങ്ങൾക്ക് സ്നേഹം വേണം കേട്ടോ. പഠിപ്പിക്കുകയാണ്, കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുകയാണ്. സ്വന്തം ഉമ്മയല്ല ആയിഷ ബീവി, ഉമ്മ ഖദീജ ബീവിയാണ്. നാമയെ സ്നേഹിക്കണം. വാപ്പ വേറെ കല്യാണം കഴിച്ചു, ഉമ്മയെ പുറത്താക്കല്ല. അല്ലാഹു അനുവദിച്ച പോലെ ഹലാലായ നിക്കാഹാണ് വാപ്പ കഴിച്ചതെങ്കിൽ മക്കൾ എന്തിനതിനെ മുഖം തിരിച്ചു നടക്കണം? സ്വത്ത് പോകുമെന്ന് വിചാരിച്ചിട്ടോ? വാപ്പാന്റെ സ്വർണം പോകലാണോ? ഒരു തുണ്ട് കഷ്ണം ഭൂമി കിട്ടുന്നതിനേക്കാണോ നിങ്ങൾക്ക് വേണ്ടത്? വാപ്പാക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, ആരോഗ്യമുള്ള വാപ്പാക്ക് ജീവിതത്തിന് തുണയായി ഒരു ഉമ്മയുടെ മരണശേഷം ഒരു പെണ്ണിന്റെ വാപ്പ കല്യാണം കഴിച്ചാൽ മക്കളൊക്കെ ഇവിടെ വാപ്പാനോട് തെറ്റി. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമല്ല. ഫാത്തിമ, വാപ്പാക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവണം. എനിക്ക് ആയിഷ ഇഷ്ടമാണ്. നിങ്ങൾ ആയിഷ ബീവിയെ സ്നേഹിക്കണം കേട്ടോ. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് പ്രായം കൂടുതലുണ്ട് ഫാത്തിമ ബീവിക്ക്. ഫാത്തിമ ബീവിക്കാണ് പ്രായം. ആയിഷ ബീവി ഫാത്തിമ ബീവിയേക്കാൾ പ്രായം കുറവാണ്. കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഉപ്പയാണ്. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ലഖതഅ മുഹമ്മദുൻ യദ ഫാത്തിമ, ഈ മുഹമ്മദ് നബി ഫാത്തിമയുടെ കൈ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിഷയത്തിൽ ലവലേശം വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ്യം സ്വീകരിച്ച വാപ്പയാണത് മുഹമ്മദ് റസൂലുള്ളാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ. വളർത്തേണ്ടതെന്ന് കുറച്ചുകൂടെ വിശദീകരിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. 12 മണിയാ മുഴുവൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 35-37 മിനിറ്റാണ് ബാക്കിയുള്ളത്. എൻ്റെ വാച്ചൊക്കെ അങ്ങനെ തന്നെയല്ലേ? പക്ഷെ അങ്ങനെയേറെ പറഞ്ഞാൽ ഇനി വേറെ കുറച്ച് ഒച്ച തൊണ്ടിയിൽ വെക്കാനല്ല. അവരൊക്കെ ചീത്ത പറയില്ലേ? അപ്പം എന്ത് ചെയ്യാൻ? കുറച്ച് നേരം മക്കളും പറയാൻ പോകുന്നുണ്ട്. വൈക്കാനല്ല ഉഷാറായിക്കണം. അൽഹംദുലില്ലാഹ്. ഒരു റാഹത്ത് നിങ്ങളൊക്കെ വേർത്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇതൊക്കെ തൗഫീഖാണ്.
വേറൊരു തൗഫീഖാണെന്നാണ്. അത് അവിടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ആ ഉസ്താദിനെ വേറെ പറയാൻ പറ്റും. നമുക്ക് കേട്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ മതി, എന്നാൽ പിന്നെ നേരം കഴിക്കാനേ ഉണ്ടാവുള്ളൂ. വരുന്ന നിയ്യത്ത് അനുസരിച്ചാണ് വേറെ ഉണ്ടാവുക. ഇതൊരു റിസ്ക്കാണ്. ഇത് റിസ്ക്കാണ്. ഭക്ഷണത്തെ പറ്റി പറയില്ലേ, ഇൽമ് ഒരു റിസ്ക്കാണ്. ഒരു ഉസ്താദിൽ നിന്ന് കിതാബ് പഠിക്കാൻ ആ മുതഅല്ലിമിന്റെ മനസ്സിൽ എത്ര ശുദ്ധിയുണ്ടോ അതനുസരിച്ച് ഉസ്താദിൽ നിന്ന് കിട്ടുന്നതാണ്. നിയ്യത്തിനനുസരിച്ച് കിട്ടുന്ന സംഗതിയാണ്. അല്ലാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് തരട്ടെ. ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം, മക്കളോടൊന്ന് ചിരിക്കാൻ വാപ്പമാർക്ക് കഴിയണം. വാപ്പയാകുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ വാപ്പുണ്ടല്ലോ, ഷർറ റിജാൽ, ആണുങ്ങളിൽ മോശപ്പെട്ട ആണുങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഉള്ളിക്ക് വന്ന ഔത്തുള്ള മക്കളൊക്കെ പുറത്തിറങ്ങും, ഭാര്യക്ക് സങ്കടാവും. അങ്ങനത്തെ ആൾ മോശപ്പെട്ട വാപ്പയാണ്, മോശപ്പെട്ട ഭർത്താവാണ്. അല്ലേ? വാപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മക്കളൊക്കെ അകത്തേക്ക് കയറും, ഭാര്യക്ക് സന്തോഷമാവും. അങ്ങനത്തെവരല്ല നമ്മളാവേണ്ടത്. നിങ്ങൾ ആരും ഒരു ചെറിയ നന്മ പോലും നിസ്സാരമായി കാണരുത്. സ്വന്തം ജ്യേഷ്ഠനെ, അനിയനെ, സ്വന്തം കൂട്ടുകാരനെ, സുഹൃത്തിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും നിങ്ങൾ വെറുതെ പിശക്കിയിട്ട് ഇല്ലാതെയാക്കരുത്. ചിരിക്കണം, പുഞ്ചിരിക്കണം. ആളുകളെ കാണും, ഇത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ ബോധർപ്പിച്ച് നടന്നതിന്റെ അവസ്ഥ എല്ലാവരും സീരിയസ് ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ ആവരുത്. ഒന്ന് മുഖത്ത് ചിരിക്കുന്ന സന്തോഷത്തോടെ മരിക്കാൻ പോണ ലോകല്ലേ, ആ മനസ്സൊക്കെ ഒന്ന് തുറന്നിട്ട് സന്തുഷ്ടരായി സ്നേഹം കൊടുക്കി. ഒന്ന് പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യാ? മുഖത്തെ ആ പ്രസന്നത, മുഖത്തിന്റെ ആ സന്തോഷം കൊടുക്കുന്ന ആളുകൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ജീവിച്ചൂടെ? പെണ്ണുങ്ങൾ ആണുങ്ങളോട് കാണുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ലേ പറഞ്ഞാൽ, താണുങ്ങൾ പെണ്ണുങ്ങളോടും അല്ല, നമ്മൾ തമ്മിൽ തമ്മിൽ മുഖപ്രസന്നത. ഇത് നിങ്ങൾ നിസ്സാരായി കാണരുത്. ആരാ പറയണത്? നമുക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരനെ കാണുമ്പോൾ പോലും ചിരിക്കാതിരിക്കരുത്. പിന്നീട് ഉമ്മാനെ വാപ്പാനെ കാണുമ്പോൾ, മക്കളെ വാപ്പ കാണുമ്പോൾ, ജ്യേഷ്ഠനെ അനിയനെ കാണുമ്പോൾ, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ എന്തായാലും ചിരിക്കണ്ടേ? മുഖത്ത് സന്തോഷം ഉണ്ടാവണ്ടേ? നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സ്വഹാബിക്ക് വയസ്സ് 19. 19 ആരൊക്കെയുണ്ടോ? 19 വയസ്സുള്ളവര് ഒന്ന് കൈപൊക്കിയായിട്ട്. ഇപ്പൊ 19 ആയവര് കഴിഞ്ഞ ഇന്നലെ ചോദിച്ചോ? 19 വയസ്സുള്ളവര് ഇന്നലെ ഒന്നും വന്നിട്ടില്ലേ? ഒരാളുണ്ട്. ഇന്നലെ കുറച്ച് 19 ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ചോദിച്ചോ? അവിടെ 19 ഇല്ലേ? അവിടെ അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചെന്നറിയില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് അത്രയാണ്. നിങ്ങൾ ഇവിടെ മുതൽ ഓർത്തോളൂ. 19 ആയവരും 19 കഴിഞ്ഞവരും അതിന്റെ അടുത്തുള്ളവരൊക്കെ പഠിച്ചോളൂ. ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച രീതി നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് എന്നവരെ കാണുന്നു. മുആദ് എന്നവർ അങ്ങാടിയിലൂടെ അങ്ങനെ പോകുമ്പോൾ നബി തങ്ങൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചു സ്നേഹിതന്മാരെ പിടിക്കണ പോലെ. നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ 13 കൊല്ലം മക്കയിൽ താമസിച്ച് മദീനത്തേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി മിനിമം 53 വയസ്സായിട്ടുണ്ടാകണം. ആ നബിയാണ് ഒരു 19-കാരനായ ചെറുപ്പക്കാരനെ ഖൽബിലേക്ക് ഈമാൻ കൊടുക്കാൻ പോകുന്നത്, ഖൽബിലേക്ക് പ്രകാശം കൊടുക്കാൻ പോകുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് യമനുകാർ മുഴുവൻ ഇസ്ലാം പഠിച്ചത്. യമനികൾ ഇസ്ലാം പഠിച്ചത് ഈ സഹാബിയിൽ നിന്നാണ്. നബി പറഞ്ഞത് അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ വൽ ഫിഖ്ഹു യമാനിൻ. യമനികളുടെ ദീൻ മനസ്സിലാക്കലാണ് യമനികൾ ചെയ്യുന്നതാണ് ഫിഖ്ഹ്. യമനികളുടെ ഈമാനാണ് ഈമാൻ. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമനിയ. യമനികൾക്ക് അല്ലാഹു നൽകുന്ന തത്വജ്ഞാനമാണ് യഥാർത്ഥ തത്വജ്ഞാനം. യമനികൾ ചെയ്യുന്ന അമലാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ. ആരാണ് യമനികളെ പഠിപ്പിച്ചതെന്നറിയോ? ഈ 19 വയസ്സുണ്ടായി നബിയെ കൈപിടിച്ച സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ കൈപിടിച്ച് പോവട്ടെ. നോക്കണം, ഒരു കാര്യം പഠിപ്പിക്കാൻ പോവാണ്. നമുക്ക് നിസ്കരിക്കാത്ത ഒരുത്തിനെ കാണുമ്പോൾ നമ്മളങ്ങനെ പറയില്ലേ, അങ്ങ് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരം തുടങ്ങിക്കൂടെ? അങ്ങനെ ചോദിക്കാം. അടുത്തേക്ക് വിളിച്ചു, നമ്മൾ ജ്യൂസ് കുടിക്കല്ലേ? ജ്യൂസ് കുടിക്കാം. ഫ്രഷ് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ
എന്താണ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇത് എൻ്റെ നിസ്കാരത്തിൽ ഉണ്ടാവില്ല. ഞാനിപ്പോൾ 5 നേരം നിസ്കരിക്കേണ്ടതിനുള്ള എനിക്ക് പള്ളിയിൽ ജമാഅത്തിനെത്താൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഇപ്പം എന്താ? ഇങ്ങനെ കോൺവെർസേഷൻ തുടങ്ങിയാൽ ഇവ നിസ്കരിക്കാൻ വരും. ഈ നിസ്കരിക്കാത്ത ആളല്ല എനിക്ക് ജ്യൂസ് പോയിട്ട് പച്ചവെള്ളം പോയിട്ട് തരാൻ പാടില്ല. അവർ ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും. ബോധമുണ്ടായിട്ട് ചെയ്യാത്ത മനുഷ്യന്മാരെ പറ്റി പച്ചവെള്ളം കൊടുത്തിരുന്നു പറഞ്ഞു. ഇവരെ ഇപ്പോൾ അറിഞ്ഞിട്ടാണ് ഉണ്ടാവില്ല. ഒരാളെ ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല പള്ളിയിലേക്ക്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന രീതി നോക്കണം. തങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് മുആദേ. ഇനി എന്താ വേണ്ടത്? എന്താ അവാർഡാണ് വേണ്ടത്? ഇന്നി ഉഹിബ്ബുക മുആദേ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുആദേ. ഫലാ തൻസ അൻ തഖൂൽ ബഅദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയാൻ മറക്കരുത് കേട്ടോ ഈ വാക്കുകൾ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് മുആദേ. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയാൻ മറക്കരുത് മുആദേ. എന്താണ് പഠിപ്പിച്ച രീതി? മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ നസീതുഹാ, ഞാൻ പിന്നെ അത് മറന്നു പോയിട്ടില്ല. യാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അന്ന് പഠിപ്പിച്ച 19 വയസ്സുള്ളപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയും 3 പ്രാവശ്യം. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണം. അല്ലാഹ്, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും, എന്റെ കമ്പ്യൂട്ടറും എന്റെ മൊബൈലും എന്റെ നെറ്റും ഇതുകൊണ്ടൊക്കെ നിനക്ക് നന്ദി ചെയ്യാനും എന്നെ ഓർമ്മിപ്പിക്കണം പടച്ചവനെ. വഹുസ്നി ഇബാദതിക, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്ത് മനോഹരമായി ചെയ്യാനും നീ എന്നെ നിന്റെ സഹായം എനിക്ക് വേണം. അല്ലാഹ് ചൊല്ലിക്കൂടെ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഇതിന്റെ ബാക്കി അങ്ങനെയും ഹദീസുകളിൽ കാണാൻ പറ്റും. ഇമാമുന നബവി റളിയല്ലാഹു അൻഹു അദ്കാറുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ഹദീസിന്റെ ബാക്കി ഭാഗമായി ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഹദീസിൽ ഇത്രയും മിനിമം പറഞ്ഞിരിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ജീവിതത്തിൽ മറക്കാതെ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലി പഠിച്ചത് സ്നേഹത്തോടെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ഇന്നി ഉഹിബ്ബുക